കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ കയറിയത്. ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇറങ്ങി പോടാ കഴുതേ എന്നാണ് ആ കുറിപ്പിലുള്ളത് എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ പാലക്കാട് ഈ രാഹുലെങ്ങാൻ പോയാൽ അവിടുത്തെ സ്ത്രീകൾ കുറ്റിച്ചൂരുമായി കാത്തിരിക്കുകയാണ് ഈ രാഹുലിനെ. ആത്മാഭിമാനമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ചെയ്ത്? എന്തൊക്കെയാ? പക്ഷെ രാഹുലിന്റെ ഒരു പ്രത്യേകത കേട്ടോ, ഞാൻ ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടിക നോക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ്. അത് നന്നായി. കോൺഗ്രസ് വിട്ടിട്ടുള്ള ഒരു കളിക്കും രാഹുൽ പോയിട്ടില്ല. സ്വന്തം പാർട്ടി. ഇവിടെ കോൺഗ്രസുകാര് KPCC DCC നേതൃത്വം ചെയ്തതെന്താ? സ്വന്തം പാർട്ടിക്കാരെ വഞ്ചിച്ചു. രാഹുലോ സ്വന്തം പാർട്ടിക്കാരെ വെച്ചു. വ്യത്യാസം. എന്തൊരു കോൺഗ്രസ്! ഈ കോൺഗ്രസിന്റെ ജീർണത കൊണ്ട് ഈ നാട് എങ്ങനെയാണ് കോൺഗ്രസിനൊപ്പം നിൽക്കുക? കോൺഗ്രസുകാർ കൈവിടുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിജയന്റെ മരുമകൾ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞത്, എനിക്ക് നീതി കിട്ടാൻ വേണ്ടി, എന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി ഞാനും കുടുംബാംഗങ്ങളും DCC ഓഫീസിന്റെ മുമ്പിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നിരാഹാരം ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ആ ജനാധിപത്യ പാർട്ടിയെ നാട്ടുകാർ വിളിക്കുന്നത് കൊലയാളി പാർട്ടി എന്നാണ്. മരിച്ചാലും വെറുതെ വിടില്ല. ശവത്തിൽ കുത്തി രക്തം ഊറ്റുന്നവരായി ഈ കോൺഗ്രസ് പാർട്ടി മാറി. അവര് പോലും പ്രതീക്ഷിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കറോട് പറഞ്ഞു, അവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതാണല്ലോ, നമുക്ക് സഭ നിർത്തിവെച്ചൊന്ന് ചർച്ച ചെയ്യാം. ഉടൻ സമയം കണ്ടു. 2 മണിക്കൂർ ചർച്ച നടന്നു. ചർച്ച നടന്നപ്പോഴോ വാദിപ്രതിയായി. കോൺഗ്രസുകാരാകെ ലഭ്യരായി. അങ്ങനെയാണ് അക്കരപ്പറമ്പിൽ കുര്യൻ മകൻ അന്തോണിക്ക് കുറെ മാസങ്ങൾക്ക് ശേഷം വാ തുറക്കാൻ KPCCയുടെ ഓഫീസിൽ വരേണ്ടി വന്നു. നിങ്ങൾ തന്നെയാണോ ആന്റണിക്ക് ശാപം? ആന്റണി നീ പറയൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ KK അബ്രഹാമിന്റെയും IC ബാലകൃഷ്ണന്റെയും കളികളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളാണ് ആന്റണി. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ പറയുള്ളൂ എന്നാണ് പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണമായിരുന്നു മിസ്റ്റർ AK ആന്റണി. ഈ കോൺഗ്രസിന്റെ നാണക്കെട്ട നടപടികൾ തുറന്നു പറയാൻ ഇന്ന് കേരളത്തിലുള്ള ഒരാൾ AK ആന്റണിയാണ്. കോൺഗ്രസിന്റെ എല്ലാ കൊള്ളരുതായ്മകളും തുറന്നു പറയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കും എന്ന് പറയുന്നതിന് പകരം അതിനു മുമ്പ് നിങ്ങളത് തുറന്നു പറയണം. ഇപ്പൊ 2 കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വയനാട്ടിലതാണ്, അത് പറയാതിരിക്കാൻ പറ്റൂല. മുത്തങ്ങയാണ്. മുത്തങ്ങയിൽ പോലീസ് വെടിവെച്ച് നമ്മുടെ മാനന്തവാടി സ്വദേശിയായ ആദിവാസി ജഗ്ഗുവിനെ ജീവൻ നഷ്ടപ്പെടുത്തിയത് ആന്റണി അക്കാലത്ത് ഭരിക്കുന്ന സന്ദർഭത്തിലാണ്, പോലീസിന്റെ വെടിവെപ്പിലാണ്. സമീപ പ്രദേശങ്ങളിൽ മാത്രം 2 പേർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഒന്ന് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 7 ലക്ഷം രൂപ മാത്രം വായ്പയെടുത്ത കോൺഗ്രസ് പ്രവർത്തകനായ രാജേന്ദ്രൻ നായർ ഞെട്ടിയത് തന്റെ പേരിൽ 25 ലക്ഷം രൂപ ബാങ്കിലെ രേഖകൾ പ്രകാരം വായ്പയുണ്ട് എന്നറിഞ്ഞപ്പോഴാണ്. താൻ ഒപ്പിട്ടുകൊടുത്ത രേഖകളിലെല്ലാം രാജേന്ദ്രൻ നായർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിനും അറിയാം അത് 7 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ ബാങ്കിലെ രേഖകൾ
25 ലക്ഷം രൂപ രാജേന്ദ്രൻ നായർ വായ്പയെടുത്തു എന്നാണ് വ്യക്തമാക്കുന്നത്. രാജേന്ദ്രൻ നായർ മാത്രമല്ല KPCCയുടെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ച വയനാട് ജില്ലയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ KK അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വഞ്ചിച്ചത്. 38 കർഷകരുടെ വായ്പയാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിശോധനയിൽ ചിലര് അങ്ങനെ ഒരു വായ്പയെ എടുത്തിട്ടില്ല. ചിലരുടെ പേരിലുള്ള വായ്പയാവട്ടെ നേരത്തെ പാസാക്കിയ തുകയേക്കാൾ കൂടുതലാണ്. 7 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് ബാങ്കിൽ നടന്നത് എന്ന് പോലീസും വിജിലൻസും ഏറ്റവും ഒടുവിൽ EDയും കണ്ടെത്തിയ വസ്തുതകളാണ്. 2023 മെയ് മാസം 30-ാം തീയതിയാണ് കോൺഗ്രസിൽ വിശ്വാസമർപ്പിച്ച് മരിക്കുന്നതുവരെ ഒരു കോൺഗ്രസുകാരനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച രാജേന്ദ്രൻ നായർക്കുണ്ടായ അനുഭവം. ഇങ്ങനെയൊരു ചതി രാജേന്ദ്രൻ നായർ എബ്രഹാമിൽ നിന്നോ കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന ഭരണസമിതിയിൽ നിന്നോ പ്രതീക്ഷിക്കുന്നില്ല. എന്തിനായിരുന്നു ഈ വായ്പാ തട്ടിപ്പ്? ആ പണം എന്താണ് ചെയ്തത്? രാജേന്ദ്രൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാങ്ങിയ തുകയേക്കാൾ 18 ലക്ഷം കൂടുതലാണ് ബാങ്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തട്ടിയെടുത്ത തുകയെങ്കിൽ ആ 18 ലക്ഷം രൂപ ഉൾപ്പെടെ 7 കോടി രൂപ വരും. ചെറിയ പണമല്ല. രക്തം വിയർപ്പാക്കി മണ്ണിൽ പണിയെടുത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിയുന്ന സന്ദർഭത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്ന കർഷക കുടുംബങ്ങൾ ധാരാളമുള്ള ഒരു ജില്ലയിലാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു വായ്പാ തട്ടിപ്പുണ്ടായത്. KK എബ്രഹാം ജയിലിൽ കിടന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസുകാരായ പ്രവർത്തകരുടെ പണം കട്ടിച്ചാണ്, മോഷ്ടിച്ചിട്ടാണ്. അതിനെല്ലാം അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നത് എല്ലാ രേഖകളും പരിശോധനയ്ക്ക് ശേഷമാണ് 3 അന്വേഷണ ഏജൻസികൾ കേസെടുത്തത്. KK അബ്രഹാമിനെ KPCCയുടെ ജനറൽ സെക്രട്ടറിയുടെ പദവിയിൽ നിന്ന് ഒഴിവാക്കി. KPCC ജനറൽ സെക്രട്ടറിമാർ എന്ന് പറഞ്ഞാൽ 1001 1001 ഒരാൾ എന്ന നില മാത്രമേ കോൺഗ്രസിനുള്ളൂ. അത് മതിയായിരുന്നോ ഇത്തരം ഒരു ഗുരുതരമായ കുറ്റം ചെയ്ത ആൾക്കുള്ള ശിക്ഷ? 2023 മെയ് മാസം 30-ാം തീയതി അങ്ങനെയൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഈ നാടാകെ പ്രതിഷേധിച്ചു. കോൺഗ്രസുകാരും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കോൺഗ്രസിന്റെ ഈ തിന്മ നിറഞ്ഞ രാഷ്ട്രീയം അവസാനിച്ചില്ല. പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കാനാവില്ല എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ തിന്മ മാറ്റാൻ കോൺഗ്രസിന് കഴിയില്ല എന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസിൽ നിന്ന് ആദ്യം പോയ കോൺഗ്രസുകാരൻ കോൺഗ്രസിന് വേണ്ടിയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഗാന്ധിജിയായിരുന്നു. KK എബ്രഹാമിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ
ഒരാൾ ഗാന്ധിജി തന്നെയാണെന്ന് പറയേണ്ടി വരും. രാജീവ് ഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാജീവ് ഗാന്ധിയുടെ മകളാണല്ലോ ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ലോകസഭയിൽ എത്തിയ രാജീവ് ഗാന്ധി പറഞ്ഞതെന്താ? കോൺഗ്രസിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരെക്കാൾ കൂടുതൽ സ്വന്തം താൽപര്യം മാത്രം നോക്കുന്നവരാണ്. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസ് ഇന്ന് അകപ്പെട്ട ഒരു പ്രതിസന്ധി അത് തന്നെയാണ്. തൊട്ടടുത്താണ് ബത്തേരി. അവിടെയാണല്ലോ DCCയുടെ ട്രഷറർ NM വിജയനും മകൻ ജിജേഷും 2024 ഡിസംബർ 27-ാം തീയതി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നത്. 2-3 ദിവസമാണ് ആശുപത്രിയിൽ കിടന്നത്. ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ ഒരുപാട് പരിശ്രമിച്ചു. ഒരു കുടുംബത്തിലെ 2 പേർ, അച്ഛനും മകനും, അതും ഒരു പാർട്ടിയുടെ ജില്ലാ ട്രഷറർ. രാജേന്ദ്രൻ നായരെ പുഴുവായി നിങ്ങൾക്ക് കണക്കാക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ വിജയനെ എപ്രകാരമാണ് നിങ്ങൾ കാണുക? വിജയന്റെ കുടുംബം നീതി തേടി അലിയാത്ത വാതിലുകളില്ല. ഇന്നിപ്പോ വിജയന്റെ മരുമകളും കുടുംബവും മുഖ്യമന്ത്രിയെ കാണുകയാണ്. കോൺഗ്രസുകാർ കൈവിടുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വിജയന്റെ മരുമകൾ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞത്, എനിക്ക് നീതി കിട്ടാൻ വേണ്ടി, എന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി ഞാനും കുടുംബാംഗങ്ങളും DCC ഓഫീസിന്റെ മുമ്പിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നിരാഹാരം ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ വയനാട്ടിലെ കോൺഗ്രസിലെ നേതൃത്വത്തിന് അഭിമാനമായിട്ടാണോ കാണുന്നത്? എന്തായിരുന്നു വിജയന്റെ പ്രശ്നം? ഇത് വായ്പാ തട്ടിപ്പാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടതെങ്കിൽ വിജയന്റെ കുടുംബത്തിന് പറയാനുള്ളത് DCC നേതൃത്വവും ഇപ്പോൾ KPCC നേതൃത്വവും നടത്തുന്ന വഞ്ചന മാത്രമാണ്. ആ കുടുംബത്തിലെ 2 പേർ ആത്മഹത്യ ചെയ്തതിന് ശേഷം KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു ഉപസമിതി. ആ ഉപസമിതി വിജയന്റെ കുടുംബത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി, എല്ലാ വസ്തുതകളും പരിശോധിച്ചു. അവരൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ തുടർന്നാണ് സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പരസ്യമായി വെളിപ്പെടുത്തിയ കരാറിൽ ഏർപ്പെടുന്നത്. ആരൊക്കെ തമ്മിലാ കരാറ്? കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളും വിജയന്റെ കുടുംബവും തമ്മിൽ. എന്താ കരാർ? വിജയന്റെ കുടുംബത്തിന്റെ പേരിൽ അഥവാ വിജയന്റെ പേരിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളിലുള്ള കടബാധ്യതകൾ പരിഹരിക്കാനും ഒപ്പം എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ ഉപജീവനത്തിനു വേണ്ടി ഒരു തുകയും നൽകും. ഇതായിരുന്നു ആ കരാർ. ആ കരാർ പാലിച്ചില്ല. ഏതാണ്ട് 2.5 കോടിയിലധികം വരുന്ന ബാധ്യതയാണ് വിജയന്റെ കുടുംബത്തിന് ഇപ്പോൾ ഉള്ളത്. ഈ പണം മുഴുവൻ വിജയൻ ചെലവഴിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ്.
അതും വിജയം ചെയ്യാത്ത തെറ്റുകൾ ചെയ്ത കോൺഗ്രസിന്റെ അന്നത്തെ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ അടക്കമുള്ള ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് അപ്പച്ചൻ അടക്കമുള്ളവർ ചെയ്ത തെറ്റുകൾ അത് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം സ്വത്ത് പണിയപ്പെടുത്തി വായ്പ വാങ്ങി ഇവരുടെ നിർദ്ദേശാനുസരണം വയനാട് ജില്ലയിലെ കോൺഗ്രസ് നയിക്കുന്ന വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂലി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചു. 30-ലേറെ പേരിൽ നിന്നാണ് നിയമനം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങിയത്. എല്ലാം കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയ ഒരു നിലപാടായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. കൈക്കൂലി വാങ്ങുന്നതാണ്. ആ കൈക്കൂലി പണം ഇതിനു മുമ്പ് നമ്മളൊന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യം കൂടി ഇപ്പോൾ പത്മജിയും നേരത്തെ വിജേഷും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു. അതല്ലാതെ പണം വാങ്ങാനായി IC ബാലകൃഷ്ണൻ വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിൽ വന്നിരുന്നു, പണം വാങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോ കോൺഗ്രസിന്റെ അന്നത്തെ നേതൃത്വം പറഞ്ഞിട്ടാണ് വിജയൻ വീടും സ്ഥലവും പണിയപ്പെടുത്തി കടം വാങ്ങിയതെന്നും ആ പണം നിയമനം നൽകുമെന്ന് പറഞ്ഞവർക്ക് കോഴയായി കൊടുത്തു എന്നും കോഴയായി വാങ്ങിയെന്നും ആ കോഴയായി വാങ്ങിയ തുകയാണ് ഇവർക്കെല്ലാം കൊടുത്തത് എന്നുള്ളതും വ്യക്തമല്ലേ? അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, DCC നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ സാമ്പത്തിക ഇടപാട് മുഴുവൻ. നേരത്തെ തന്നെ വിജേഷ് വിജിലൻസിനോട് പറഞ്ഞിരുന്നു, IC ബാലകൃഷ്ണൻ വീട്ടിൽ വന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ആ പണം ഏത്? നിയമനം നൽകുമെന്ന് പറഞ്ഞിട്ട് കോഴ വാങ്ങിയ പണമാണോ? അല്ല, ആ കോഴപ്പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ പണമാണോ? വ്യക്തമാക്കേണ്ടത് IC ബാലകൃഷ്ണൻ. നേരത്തെ ഇവർ ഇക്കാര്യം പരസ്യമായി പറയാതിരിക്കാൻ കാരണം അവരിൽ കോൺഗ്രസിന് വിശ്വാസമുണ്ടായിരുന്നു. കാരണം എന്താ? അവർ കരാറിൽ ഒപ്പിട്ടു. കരാറിൽ ഒപ്പിടാൻ കാരണം എന്താ? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടും അതിൽ കണ്ടെത്തിയ കാര്യങ്ങളും. തിരുവഞ്ചൂരും വിജയന്റെ കുടുംബവും നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നല്ലോ. എന്താ ഫോണിൽ തിരുവഞ്ചൂർ പറഞ്ഞത്? അന്വേഷണം നടത്തി റിപ്പോർട്ട് KPCCക്കും ഞങ്ങളെ ചുമതലപ്പെടുത്തിയവർക്കും കൊടുത്തിട്ടുണ്ട്. കരാറുണ്ടാക്കിയത് നടപ്പാക്കാനാണ്, ചതിക്കാനല്ല. സിദ്ദിഖ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും നിങ്ങൾ സിദ്ദിഖിനെ കാണാൻ പോയത്? അല്ലെങ്കിൽ സിദ്ദിഖിനെ ബന്ധപ്പെടാൻ പോയത്? ആരാ ചോദിക്കുന്നത്? ഉപസമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ. അന്നത്തെ ഉപസമിതിയിലെ ഒരംഗമായിരുന്നു ഇന്നത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അദ്ദേഹം കൂടി ചർച്ച ചെയ്ത് കൊടുത്ത അന്വേഷണ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുണ്ടാക്കിയത്. ഇപ്പൊ KPCC പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോ അദ്ദേഹം പറഞ്ഞതെന്താ? അങ്ങനെ ഒരു കരാറേ ഇല്ല എന്നാണ്. അമ്പടെ കള്ള നിങ്ങളെ പേരാണോ KPCC പ്രസിഡന്റ്? KPCC പ്രസിഡന്റ് പദവിയിലെത്തിയ ഒരു പ്രത്യേകതയുണ്ട് കോൺഗ്രസ്. നേരത്തെ KPCCയുടെ പ്രസിഡന്റ് K. സുധാകരനായിരുന്നു.
അദ്ദേഹം ആ കുടുംബത്തെ അപമാനിക്കാൻ അന്ന് മറ്റൊന്നും ബാക്കി വെച്ചില്ല. ആദ്യ പ്രതികരണം KPCC പ്രസിഡന്റിന്റെ വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് ദുഃഖിതരായ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ആ കുടുംബാംഗങ്ങളെ പോയി കാണാനോ മെനക്കെടാതെ പൂർണ്ണമായി ആ കുടുംബത്തെ തള്ളിപ്പറഞ്ഞു. ആ കുടുംബത്തെ അന്ന് തള്ളിപ്പറഞ്ഞ KPCC പ്രസിഡന്റ് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കുടുംബത്തെ കാണാൻ വന്നു. കാരണം അത്രമാത്രം ശക്തമാണ് നാട്ടിലെ കോൺഗ്രസുകാർ ഉയർത്തിയ പ്രതിഷേധം. AICCക്ക് പ്രതിഷേധം അറിയിച്ചു ഈ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. AICCയെ പ്രതിഷേധം അറിയിച്ചു എന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ കോൺഗ്രസുകാർ ചില പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ പരിപാടികൾ ബഹിഷ്കരിച്ചു. ഇങ്ങനെയൊരു ചതി ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വയനാട് ജില്ലയിൽ തന്നെയുള്ള MLA ആയ സിദ്ദിഖ് എന്താ കുടുംബത്തോട് പറഞ്ഞേ? ആ ഫോൺ സംഭാഷണവും പുറത്തു വന്നല്ലോ. ഞങ്ങൾ അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത കാശ് ദുരുപയോഗം ചെയ്തു, ബിസിനസ് ആവശ്യത്തിന് മാറ്റി മറിച്ചു. യഥാർത്ഥത്തിൽ അതാണ് ആ കുടുംബത്തിലെ മൂന്നാമത്തെ ആളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ രക്ഷപ്പെട്ടു. പത്മജ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ഏക കാരണം സിദ്ദിഖാണ്. കാരണം സിദ്ദിഖിന്റെ അത്തരമൊരു പ്രതികരണം പച്ചക്കള്ളം പറഞ്ഞപ്പോൾ ഉണ്ടായ മനസ്സിന്റെ വേദന, തന്റെ ഭർത്താവിന്റെ പിതാവും തന്റെ ഭർത്താവിന്റെ സഹോദരനും ഭിന്നശേഷിക്കാരനായ സഹോദരനും ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ആ ദുരവസ്ഥയിൽ നിന്ന് സങ്കടപ്പെടുന്ന ഒരു കുടുംബത്തിൽ ഇന്ന് കടക്കെണിയിലായപ്പോ കോൺഗ്രസിന്റെ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാന നേതാവും KPCCയിൽ തന്നെ അറിയപ്പെടുന്ന നേതാവും MLAയുമായ സിദ്ദിഖ് പറയുകയാണ്, ഞങ്ങൾ പണം നൽകി, ആ പണം ദുരുപയോഗം ചെയ്തു. എന്താ സത്യം? ഒരു നയാ പൈസ അവർ കൊടുത്ത പണം ഇവർ മറ്റൊന്നിനും ഉപയോഗിച്ചില്ല. അവർ കൊടുത്ത പണം എന്ന് പറയുന്നത് ബാങ്കിൽ നേരത്തെ എടുത്ത പണമുണ്ട്, വീടും സ്ഥലവും വെച്ചുകൊണ്ടുള്ളതല്ല, മറ്റൊരു സ്ഥലം വെച്ചുകൊണ്ടുള്ള ആ വായ്പ തിരിച്ചടവിൽ 14 ലക്ഷം കുടുംബം അടച്ചതാണ്. ബാക്കി 5 ലക്ഷമോ മറ്റോ ബാക്കിയുള്ളൂ. അതടക്കാൻ സഹായിച്ചു. പിന്നെ ഒരു തുക ഇവർക്ക് കൊടുത്തു. ആ തുകയാവട്ടെ 20 ലക്ഷത്തോളമാണ് രണ്ടും ചേർന്നാൽ. ആ തുക അവർ മറ്റു ചില വ്യക്തികൾക്ക് കൊടുക്കാനുള്ള വായ്പയും തിരിച്ചടച്ചു. കോട്ടയത്തൊരു സ്ഥാപനം തുടങ്ങി ഈ സ്ത്രീ മറ്റുള്ളവരുമായി ചേർന്ന്. സൃഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം. അതിന് ഇവിടുത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്തതാ. കോട്ടയത്ത് പോയാൽ അവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ പെൺകുട്ടിയോടൊപ്പം ഓഹരിയിൽ പങ്കാളിയായ ആളെ പേരിൽ വായ്പയെടുത്തിട്ട് തുടങ്ങിയതാ. അപ്പൊ ബിസിനസിന് വേണ്ടി പണം ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന പച്ചക്കള്ളം ഈ കുടുംബത്തോട് പറഞ്ഞാൽ, മറ്റുള്ളവരോട് പറഞ്ഞാൽ സത്യം അറിയില്ല എങ്കിൽ അവർ വിശ്വസിച്ചേക്കും. പക്ഷെ ഈ കുടുംബത്തിന് അറിയാമല്ലോ അവർ നൽകിയ പണമെത്ര, അതെന്തിനെല്ലാം ചെലവഴിച്ചു. ഇപ്പൊ ആ കുടുംബം താമസിക്കുന്ന വീടും സ്ഥലവും സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ പണയപ്പെടുത്തി 65 ലക്ഷം രൂപ ബാധ്യത വന്നിരിക്കുകയാണ്. ആ കാശ് കൊടുത്താൽ മാത്രമേ അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയൂ.
ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സ്ഥലം ജപ്തി ചെയ്ത് കൊണ്ടുപോകും. ഈ സർവീസ് ബാങ്കും അർബൻ ബാങ്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അർബൻ ബാങ്കിന് ബാധകമായത് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ്. അത് സഹകരണ വകുപ്പിലെ സെയിൽ ഓഫീസർമാരുടെ നടപടിയല്ല, പിന്നെയോ ജപ്തി നടപടിയാണ്. ജപ്തി നടപടിയാണെങ്കിൽ പ്രതീകാത്മകമായി തന്നെ ചെയ്യാം. ലേലത്തിന് വെച്ച് ലേലത്തിൽ അത് വിറ്റാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അർബൻ ബാങ്ക് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. അങ്ങനെയൊരു ബാങ്കിന് നാഷണലൈസ്ഡ് ബാങ്കിന്റെ ജപ്തി നടപടികളാവുമ്പോ സംസ്ഥാന സർക്കാരിന് ഇടപെടാനും കഴിയില്ല. മാത്രമല്ല, സഹകരണ ബാങ്കിലെ കുടിശ്ശിക പിടിച്ചെടുക്കുന്ന നടപടിക്രമമല്ല, അവിടെ സാവകാശം പോലും കിട്ടില്ല. അതുകൊണ്ടാണ് ഇടക്കിടക്ക് പ്രസിഡന്റ് പറയുന്നത്, ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതേതാ നിയമം? സർഫാസി ആക്ട്. വയനാട്ടുകാർക്ക് അറിയല്ലോ സർഫാസി ആക്ടിന്റെ ദുരന്തം. എത്ര കുടുംബങ്ങളാണ്, കർഷക കുടുംബങ്ങളാണ് കടക്കിടിയിലായി ആത്മഹത്യ ചെയ്തത് വയനാട്ടിൽ. സഹകരണ ബാങ്കാണെങ്കിൽ സെയിൽ ഓഫീസർ, അവിടെ സർക്കാരിന് ഇടപെടാം, സഹകരണ വകുപ്പിന് ഇടപെടാം. ഇവിടെ അതുപോലെ നടക്കില്ല. അപ്പൊ 65 ലക്ഷം രൂപ അടിയന്തരമായി അടക്കുന്നില്ലെങ്കിൽ വിജയന്റെ കുടുംബം അവിടെ നിന്നും വഴിയാധാരമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, കോൺഗ്രസ് അടക്കുമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയ ഈ വിഷയത്തിൽ കോൺഗ്രസ് പണമടക്കില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾക്കടക്കാൻ കഴിയില്ല. KPCC പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കരാറേ ഇല്ല, ഞങ്ങൾ അടക്കില്ല. എങ്കിൽ ഒരു കാര്യം ആവർത്തിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിജയൻ ആത്മഹത്യ ചെയ്തതിനു ശേഷം ആ വീട് സന്ദർശിച്ചപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, കോൺഗ്രസ് പണമടക്കുന്നില്ലെങ്കിൽ, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ, ആ കുടുംബത്തെ വഴിയാധാരമാക്കാതെ ഞങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ കുടുംബത്തെ സംരക്ഷിക്കും. അതിന് പലരും ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഗോവിന്ദ മാഷ് അന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർ പാർട്ടി ഓഫീസിൽ വന്ന് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം ആവർത്തിച്ചപ്പോ ഒരാൾ എനിക്ക് നേരിട്ട് അറിയുന്നതാണ്, അഴീക്കോട് സ്വദേശി. അയാൾ പറഞ്ഞു, ഞാനൊരു 10,000 ഉറുപ്പിക അതിന് തരും. ഇതാണ് നാടിന്റെ മനോഭാവം എന്ന് കോൺഗ്രസുകാർ മനസ്സിലാക്കണം. നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വഞ്ചിച്ച് കൊല ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ഈ നാട് ആ കുടുംബങ്ങളെ സംരക്ഷിക്കാനുണ്ടാകും എന്നതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. ഈ 3 പേർ മാത്രമല്ല ആത്മഹത്യ ചെയ്തത്. തൊട്ടപ്പുറം മുള്ളംകൊല്ലി ജോസ് നെല്ലേടം, കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗവുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് വഞ്ചിച്ചത്. കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട് എന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നതാണ്. പക്ഷേ അവർ പറയാറ്, കോൺഗ്രസിനകത്ത് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഈ ഗ്രൂപ്പുകൾ പലതും ഉണ്ടായാൽ കോൺഗ്രസ് ശക്തിപ്പെടും. ഇപ്പോ ആ ജനാധിപത്യ പാർട്ടിയെ നാട്ടുകാർ വിളിക്കുന്നത് കൊലയാളി പാർട്ടി എന്നാണ്. ആ ജനാധിപത്യ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കം പഴയതുപോലെ കസേരകൾ കൊണ്ട് ഇകറല്ല. പിന്നെയോ
ആളെ കൊല്ലുന്ന പരിപാടിയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ജോസ് തനിക്ക് പറയാനുള്ളത് ഒരു വീഡിയോയിലാക്കി ഈ സമൂഹത്തെ അറിയിച്ചു. തന്നെ വഞ്ചിച്ച വഞ്ചകന്മാർ, തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ പരിശ്രമിച്ചത്, ഇതെല്ലാം തന്നെ ജോസ് തുറന്നു പറഞ്ഞപ്പോ അതും എത്തിച്ചേരുന്നത് കോൺഗ്രസിന്റെ ഈ ജില്ലയിലെ നേതാക്കന്മാർക്ക് നേരെയാണ്. ജോസിന്റെ അകാലത്തിൽ വിധവിയാക്കപ്പെട്ട പ്രിയ പത്നിയെ ഞങ്ങൾ പോയി കണ്ടു. അവരുടെ സഹോദരങ്ങളെ ഞങ്ങൾ കണ്ടു. ആ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യം, ജോസേട്ടൻ മരിച്ചിട്ടും ജോസേട്ടനെ വിടുന്നില്ലല്ലോ ഇവർ. കോൺഗ്രസുകാർ സോഷ്യൽ മീഡിയയിലൂടെ ജോസ് മാഫിയ സംഘങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നയാളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ വേദന. മരിച്ചാലും വെറുതെ വിടില്ല. ശവത്തിൽ കുത്തി രക്തം ഊറ്റുന്നവരായി ഈ കോൺഗ്രസ് പാർട്ടി മാറി. അതെങ്കിലും നിങ്ങൾ നിർത്തണ്ടേ? ഇവര് 4 പേർക്ക് പുറമെയാണ് കുറച്ചു മുമ്പ് മാനന്തവാടി ബ്ലോക്കിലെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന PV ജോൺ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 35. മാനന്തവാടിയിൽ അദ്ദേഹം മത്സരിച്ച വാർഡിൽ കോൺഗ്രസിന് 35 വോട്ടേ ഉള്ളൂ. ആരാ വഞ്ചിച്ചത്? ആരാ ജോണിനെ തോൽപ്പിച്ചത്? ജോണിനെതിരായി റബലുണ്ടായി, ഒരു സ്വതന്ത്രനായ കോൺഗ്രസുകാരനും ഉണ്ടായി. കോൺഗ്രസ് സ്വതന്ത്രനായ കോൺഗ്രസുകാരന് വോട്ട് ചെയ്യാൻ പറഞ്ഞു, ജോണിനെ തോൽപ്പിച്ചു. തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വഞ്ചിച്ച് തോൽപ്പിച്ചതിൽ പ്രതിഷേധം മനസ്സിൽ ശക്തിപ്പെട്ടപ്പോഴാണ് ജോൺ ജീവൻ അവസാനിപ്പിച്ചത്. ഈ 5 ആത്മഹത്യ കോൺഗ്രസിന്റെ വഞ്ചനയുടെ ഫലമായി ഉണ്ടായതാണ്. അതിന് ഉത്തരവാദികൾ കോൺഗ്രസിന്റെ നേതാക്കളാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ MP പലയിടങ്ങളിലും പോകുന്നുണ്ട്. ആദിവാസികളെ ഇതുവരെ കണ്ടിട്ടില്ല അവർ. ഞങ്ങളൊക്കെ ആദിവാസികൾക്കൊരു പ്രശ്നം വന്നാൽ അവരുടെ കൂടെയാണ്. എന്നാൽ ഇപ്പോ ആദിവാസികളെ കാണാനൊരു മോഹം കൊണ്ട് പോവുകയാണ് ഒരു MP. അങ്ങനെയെല്ലാം യാത്ര ചെയ്യാൻ ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കോൺഗ്രസിന് വേണ്ടി ജീവിതാവസാനം വരെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന 5 പേർ ആത്മഹത്യ ചെയ്തതിൽ അതിൽ 3 പേരും സമീപ നാളുകളിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കണക്കിലെടുത്ത് ആ കുടുംബങ്ങളിലെങ്കിലും ഒന്ന് പോണ്ടേ, ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ? ഇനി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. രാജീവ് ഗാന്ധി ഈ കുടുംബത്തിലുള്ള അംഗങ്ങളോട് പറഞ്ഞ കാര്യമെങ്കിലും നിങ്ങൾ നടപ്പാക്കണ്ടേ? എന്തിനാ 3 ആളും വരുന്നത്? ഇവിടുത്തെ DCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ ഉത്തരമില്ല. അടുത്ത ദിവസമാണെങ്കിൽ ഒരു റാലി എങ്ങാനും കൂടി ഉണ്ടെങ്കിൽ ഇതിനകം പ്രചരണം വരേണ്ട ദിവസം കഴിഞ്ഞു. എന്തിനാണ് ഇവർ വരുന്നത്? ഈ നാട്ടിലെ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാനാണോ? അതുകൊണ്ട് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ പോലും വഞ്ചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് വയനാട്ടിൽ അധപ്പതിച്ചു. വയനാട്ടിൽ മാത്രമല്ല കേട്ടോ, തിരുവനന്തപുരത്ത്
മണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിക്ഷേപ തട്ടിപ്പ, ഇവിടെ വായ്പാ തട്ടിപ്പ. അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകനും മലയാള മനോരമ പ്രാദേശിക ലേഖകനുമായ ആനാട് ശശി തന്റെ പ്രിയ സുഹൃത്താണ് പ്രസിഡന്റ് എന്നതുകൊണ്ട് അദ്ദേഹം മകളുടെ വിദ്യാഭ്യാസത്തിനും മറ്റും മാറ്റിവെച്ച തുകയുണ്ടായിരുന്നു. ആ തുക കൊണ്ടുപോയി ഈ രാജീവ് ഗാന്ധി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചു. ഇപ്പൊ നോക്കുമ്പോ നിക്ഷേപത്തിന്റെ പണമില്ല, വഞ്ചിക്കപ്പെട്ടു. തുടർച്ചയായി ആ സ്ഥാപനത്തിൽ പോയി നിക്ഷേപിച്ച തുകയ്ക്ക് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. അത് അദ്ദേഹം മാത്രമല്ല, ശശിയെപ്പോലെ നിരവധി പേർ തിരുവനന്തപുരം ജില്ലയിലെ ആ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ടവരായിട്ടുണ്ട്. ആ നിക്ഷേപ തട്ടിപ്പ് പുറത്തു വന്നപ്പോ ശശി ആത്മഹത്യയെ അഭിപ്രാപിച്ചു. ശശിയുടെ ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട്. ശശിയുടെ ഭാര്യ എന്താ പറഞ്ഞത്? ലത തന്റെ ഭർത്താവിനെ കൊന്നിട്ടും കലി അടങ്ങുന്നില്ലേ? ഞങ്ങളുടെ കുടുംബത്തെയും കൊല്ലാനാണോ ലക്ഷ്യം? ഇതാണ് ശശിയുടെ ഭാര്യ പറഞ്ഞത്. കാരണം എന്താ? ശശി മരണപ്പെട്ടതിന് ശേഷം കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകളുടെ തുടർച്ചയായ അപവാദ പ്രചാരവേദിയാണ് ശശിയുടെ കുടുംബത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസുകാരുടെ ജീവൻ അപഹരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. കഴിഞ്ഞ 2 ദിവസം നിയമസഭയിൽ കോൺഗ്രസുകാർ ഇടതുപക്ഷ അംഗങ്ങളുടെ ജനകീയ വിചാരണ നേരിടേണ്ടി വന്ന ദിവസങ്ങളായിരുന്നു. പോലീസ് അതിക്രമങ്ങൾക്കെതിരായ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുക എന്നതാണ് അടിയന്തര പ്രമേയത്തിലെ ആവശ്യം. സാധാരണഗതിയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാറില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആളുടെ പ്രസംഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മറുപടി, അത് കഴിഞ്ഞാൽ പ്രതിപക്ഷം നിങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന ബഹിഷ്കരണം. ഇതാണ് പതിവ് തെരുവ് നാടക കാഴ്ച വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നമ്മൾ കാണാറ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ഗവൺമെന്റ് ശരി നമുക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം, അതിന് സന്നദ്ധമായി. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യൂല എന്ന് പ്രതീക്ഷിച്ച് ഇവർ കൊണ്ടുവന്ന ഒരു ബാനറുണ്ട്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിടിക്കാനുള്ള ബാനർ. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, അതാണ് അതിൽ എഴുതിയത്. അവര് പോലും പ്രതീക്ഷിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കറോട് പറഞ്ഞു, അവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതാണല്ലോ, നമുക്ക് സഭ നിർത്തിവെച്ചൊന്ന് ചർച്ച ചെയ്യാം. ഉടൻ സമയം കണ്ടു 2 മണിക്കൂർ. ചർച്ച നടന്നു. ചർച്ച നടന്നപ്പോഴോ വാദിപ്രതിയായി കോൺഗ്രസുകാരാകെ ലഭ്യരായി. അങ്ങനെയാണ് അക്കരപ്പറമ്പിൽ കുര്യൻ മകൻ അന്തോണിക്ക് കുറെ മാസങ്ങൾക്ക് ശേഷം വാ തുറക്കാൻ KPCCയുടെ ഓഫീസിൽ വരേണ്ടി വന്നു. നിങ്ങൾ തന്നെയാണോ ആന്റണിക്ക് ശാപം? ആന്റണി നീ പറയൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ KK അബ്രഹാമിന്റെയും IC ബാലകൃഷ്ണന്റെയും കളികളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളാണ് ആന്റണി. പക്ഷേ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ പറയുള്ളൂ എന്നാണ് പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണമായിരുന്നു മിസ്റ്റർ AK ആന്റണി. ഈ കോൺഗ്രസിന്റെ നാണക്കെട്ട നടപടികൾ തുറന്നു പറയാൻ ഇന്ന് കേരളത്തിലുള്ള ഒരാൾ AK ആന്റണിയാണ്. കോൺഗ്രസിന്റെ എല്ലാ കൊള്ളരുതായ്മകളും തുറന്നു പറയാൻ
നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കും എന്ന് പറയുന്നതിന് പകരം അതിനു മുമ്പ് നിങ്ങളത് തുറന്നു പറയണം. ഇപ്പൊ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വയനാട്ടിലതാണ്, അത് പറയാതിരിക്കാൻ പറ്റൂല. മുത്തങ്ങയാണ്. മുത്തങ്ങയിൽ പോലീസ് വെടിവെച്ച് നമ്മുടെ മാനന്തവാടി സ്വദേശിയായ ആദിവാസി ജഗ്ഗുവിനെ ജീവൻ നഷ്ടപ്പെടുത്തിയത് ആന്റണി അക്കാലത്ത് ഭരിക്കുന്ന സന്ദർഭത്തിലാണ്, പോലീസിന്റെ വെടിവെപ്പിലാണ്. അതുപോലെയാണ് ശിവഗിരിയിലും. പോലീസ് കയറി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായ സന്യാസിമാരെ തല്ലി കാലും കൈയും അടിച്ചു പൊട്ടിച്ചു. ആന്റണി പറഞ്ഞത് എന്താ? ഈ രണ്ട് സംഭവത്തിലും ഞാൻ ദുഃഖിക്കുന്നു. ആ ആന്റണിയെ വയനാട്ടിൽ വിളിച്ചു കൊണ്ടുവരണം. വിജയനും മകനും ജോസും രാജേന്ദ്രൻ നായരും ജോണും എല്ലാം ആത്മഹത്യ ചെയ്തതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. അതല്ലേ പറയുക അദ്ദേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ, AK ആന്റണി ഭരിക്കുമ്പോൾ ആദിവാസികൾ ഭൂമിക്ക് ചോദിച്ചപ്പോൾ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന UDF-ഉം ആദിവാസികൾക്ക് ഭൂമി നൽകിയ ഇടതുപക്ഷവും, ഇത് രണ്ടും രണ്ട് പക്ഷമാണ്. ശിവഗിരിയിലാണെങ്കിൽ സന്യാസി വര്യന്മാരെ വേട്ടയാടാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഈ കൂട്ടർക്ക്. മാറാടാണെങ്കിൽ ആന്റണിയുടെ ഭരണകാലത്താണ് വർഗീയ കലാപം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് ഇന്ന് അകപ്പെട്ട അപജയവും ജീർണതയും കോൺഗ്രസിന്റെ മുഖമുദ്രയാണ്. ഇനി ആ നിയമസഭയിൽ രാഹുൽ എങ്ങനെയാണ് കയറി കൂടുക? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ കയറിയത്. ഉടൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇറങ്ങി പോടാ കഴുതേ എന്നാണ് ആ കുറിപ്പിലുള്ളത് എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസുകാർ വാക്യൻപാട് മുഖേന കൊടുത്ത കുറിപ്പിലാണ് പറയുന്നത്. നമ്മൾ മുമ്പ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചിലയിടങ്ങളിൽ പരിപാടിക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ സ്ത്രീകൾ പുറത്തേക്ക് കുറ്റിച്ചൂലെടുത്ത് വരുമായിരുന്നു. ഇപ്പൊ പാലക്കാട് ഈ രാഹുലെങ്ങാൻ പോയാൽ അവിടുത്തെ സ്ത്രീകൾ കുറ്റിച്ചൂലുമായി കാത്തിരിക്കുകയാണ് ഈ രാഹുലിനെ. ആത്മാഭിമാനമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ അദ്ദേഹം ചെയ്ത്? എന്തൊക്കെയാ? നിർബന്ധിത ഗർഭം അലസിപ്പിക്കുക. ഗർഭചിത്രം നമ്മൾ പറയല്ല, അതൊരു സംസ്കൃത വാക്കായിരിക്കും. അലസിപ്പിക്കുക. 2 വധഭീഷണി, 3 ശൃംഗാരം. ഇതല്ലേ നമ്മൾ കണ്ട രാഹുലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടതല്ല. ഇതൊക്കെ ടിവിയിലും നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടു. രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസുകാരൻ ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ മാതൃക സ്വീകരിച്ചിട്ടല്ലേ ഇവിടെ നടത്തുന്ന? അഖിലേന്ത്യാ നേതാവ് അക്കാലത്ത് ചെയ്തത് എന്താ? സുശീൽ കുമാർ, നയന സാഹിനി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകയെ ഭാര്യയാണെന്നും പറയുന്നു. അല്ല, മറ്റൊരു വാക്കുണ്ട്, ഭാര്യയല്ലാതെ ഭാര്യയെപ്പോലെ, അങ്ങനെയാണെന്നും പറയുന്നുണ്ട്. ഒരേ മുറിയിലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. തെളിവ് നശിപ്പിക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഡൽഹിയിലെ വലിയൊരു ഹോട്ടലിലെ സ്വാധീനം ഉപയോഗിച്ച് തണ്ടൂരി ചിക്കനാക്കി മാറ്റാൻ കഴിഞ്ഞു. ഡൽഹി കോൺഗ്രസിന്റെ സംസ്കാരം. ആ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കാട്ടിത്തന്ന പാതയിലൂടെയല്ലേ രാഹുൽ സഞ്ചരിച്ച്
പക്ഷെ രാഹുലിന്റെ ഒരു പ്രത്യേകത കേട്ടോ, ഞാൻ ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടിക നോക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ്. അത് നന്നായി. കോൺഗ്രസ് വിട്ടിട്ടുള്ള ഒരു കളിക്കും രാഹുൽ പോയിട്ടില്ല. സ്വന്തം പാർട്ടി. ഇവിടെ കോൺഗ്രസുകാർ KPCC DCC നേതൃത്വം ചെയ്തതെന്താ? സ്വന്തം പാർട്ടിക്കാരെ വഞ്ചിച്ചു. രാഹുലോ സ്വന്തം പാർട്ടിക്കാരെ വെച്ചു. വ്യത്യാസം. എന്തൊരു കോൺഗ്രസ്! ഈ കോൺഗ്രസിന്റെ ജീർണത കൊണ്ട് ഈ നാട് എങ്ങനെയാണ് കോൺഗ്രസിനൊപ്പം നിൽക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീർണിച്ച കോൺഗ്രസിനെതിരെ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ ഒരുമിച്ച് പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. DCC ഓഫീസിന് മുമ്പിൽ കരാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജയന്റെ മരുമകൾ സത്യഗ്രഹം ഇരിക്കുകയാണെങ്കിൽ അതിനെല്ലാ പിന്തുണയും ഈ നാട് നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരെ അവിടുന്ന് അടിച്ചോടിക്കാൻ ICയും ECയും AC യും ഒന്നും വരണ്ട കേട്ടോ. അങ്ങനെ അടിച്ചോടിക്കാമെന്നും കരുതണ്ട. അതുകൊണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആ വിജയന്റെ മരുമകൾ DCC ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കാൻ ഇടവരാത്ത വിധം ആ കരാറിൽ പറഞ്ഞ തുക കൊടുത്ത് ആ കുടുംബത്തിന്റെ വീടും സ്ഥലവും സംരക്ഷിച്ച് ആ കുടുംബത്തെ വഴിയാധാരമാക്കാതിരിക്കാൻ നടപടി ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം